തൗഹീദിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ തൗഹീദാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും മർമ്മപ്രധാനമായി മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും പഠിപ്പിച്ചത്. റബ്ബിനോടേ പ്രാർത്ഥിക്കാവും, അവനോടേ തേടാവും, അവന്റെ പേരിലെ നേർച്ച നേരാവും, അവന്റെ പേരിലെ സത്യം ചെയ്യാവും. കാരണം റബ്ബല്ലാത്ത ആരോട് തേടിയാലും ശരി, ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും, അവരാരും നിങ്ങൾ ദുആ കേൾക്കുകയില്ല, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല. നാളെ ഖിയാമത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. സൂറത്തുൽ ഫാത്തിറിലെ 13-14 വചനങ്ങൾ, സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 വചനങ്ങൾ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യാത്തവരെ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ച ദ്വലാലത്തിലായ മറ്റാരാണുള്ളത്? അവർ ശ്രദ്ധിക്കുന്നില്ല, അശ്രദ്ധരാണവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച്. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഇബാദത്തിനെ, ഈ ആരാധനയെ അവർ നിഷേധിക്കും. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. അല്ലാഹുവിന് പുറമെ ആരോട് തേടിയാലും ശരി, ലൻ യഖ്ലുഖൂ ദുബാബ വലൗ ഇജ്തമഉ ലഹു, ഒരു ഈച്ചയെപ്പോലും പടക്കാനാവില്ല അവർക്ക്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി, പടച്ച റബ്ബിന് പുറമെ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാവട്ടെ, പിശാചുക്കളാവട്ടെ, കല്ലോ മരമോ പുണ്യപുരുഷന്മാരോ ഏതാണെങ്കിലും ശരി, അല്ലാഹുവിന് പുറമെ ആരോട് തേടിയാലും ശരി, ലൻ യഖ്ലുഖൂ ദുബാബ, അവരാരും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല. അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല. ഈച്ച വല്ലതും തട്ടിയെടുത്തു കൊണ്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരാണവർ. എന്നിരിക്കെ തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ. എത്രയെത്ര വചനങ്ങൾ അല്ലാഹ് പറഞ്ഞു. ഇതാ ഉദാഹരണം പറഞ്ഞു തരാം. പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് തേടിയാലും ശരി, അതിനൊക്കെ ഉദാഹരണം പറയാം. ഉദാഹരണം പറയപ്പെടുന്നു, ശ്രദ്ധിക്കണേ. ഖുർആന്റെ ശൈലിയാണ്, ശ്രദ്ധിക്കണേ. എന്നിട്ടാണ് പറഞ്ഞത്, പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ആരോട് തേടിയാലും ശരി, അവരാരും ഉത്തരം ചെയ്യുകയില്ല. ഏതുപോലെ? വെള്ളത്തെ കൈ നീട്ടി നിന്നിട്ട് വെള്ളം വായിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് വെള്ളം എത്താത്തതുപോലെ ഇവരോട് എത്ര തേടിയാലും ശരി ഉത്തരമില്ല, കേൾക്കുന്നില്ല. ഖുതുബിയത്തിൽ 1000 പ്രാവശ്യം വിളിക്കാണ്. യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, 1000 അല്ല 10000 വിളിച്ചാലും ശരി മുഹ്യിദ്ദീൻ ശൈഖ് അറിയുന്നില്ല, കേൾക്കുന്നില്ല. വിളിച്ചത് പോലും അറിയില്ല, വിളിച്ചു എന്ന് പോലും അറിയില്ല, അത് കേൾക്കുന്നില്ല, ഉത്തരം ചെയ്യുന്നില്ല. അവരോട് തേടുന്നവൻ ദുർബലൻ, തേടപ്പെടുന്നവൻ ദുർബലൻ. അവര് മരിച്ചവരാണ്. മരിച്ചവരാണവർ, ജീവനില്ലാത്തവരാണവർ. കണ്ടോ, മരിച്ചു എന്ന് പറഞ്ഞാൽ മതി, പിന്നെ മറ്റു പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആരെങ്കിലും ബാധിച്ചാലോ മരിച്ചാലും കേൾക്കും. ഇല്ല, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. എപ്പോഴാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുകയില്ല. അവസാനം അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന് പുറമെ ഔലിയാഇനെ സ്വീകരിക്കുന്നവർ, രക്ഷാധികാരികളെ സ്വീകരിക്കുന്നവർ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ, കൈകാര്യകർത്താക്കളെ സ്വീകരിക്കുന്നവർ, അവരുടെ ഉദാഹരണം കമസലിൽ അൻകബൂത്ത്, ഒരു എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖദത് ബൈതാ, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കിയിരിക്കുന്നു. ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണല്ലോ. അതുപോലെയാണ് അല്ലാഹുവിനെ സ്വീകരിക്കുന്നവർ. അത് അമ്പിയാക്കളെ സ്വീകരിച്ചാലും ഔലിയാക്കളെ സ്വീകരിച്ചാലും ജിന്നുകളെ സ്വീകരിച്ചാലും ശൈത്താന്മാരെ സ്വീകരിച്ചാലും മലക്കിനെ സ്വീകരിച്ചാലും ഏത് പടപ്പിനെ സ്വീകരിച്ചാലും ശരി, പടച്ച റബ്ബല്ലാത്ത ആരെ സ്വീകരിച്ചാലും ഇതാണ് അവസ്ഥയെന്ന്
സംശയമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്.